ഹായ് എവ്രി വൺ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി എല്ലാവരും പഠിച്ചായിരുന്നോ? സ്കൂളിൽ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ആ പാഠത്തിൽ നിന്ന് നിങ്ങളുടെ ആക്ടിവിറ്റി 3 ടെക്സ്റ്റിലെ പേജ് നമ്പർ 16 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വാച്ചിങ് ദ നാച്ചുറൽ അറൗണ്ട് അസ് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ചുറ്റുള്ള പ്രകൃതി ഇങ്ങനെ ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ചില ഫീച്ചേഴ്സ് ഉണ്ട്. ദ ബോയ് ഇൻ ദ ഷോർട്ട് സ്റ്റോറി നറേറ്റ് സർട്ടൺ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂ അനിമൽസ്, ലിസ്റ്റ് ദം ഔട്ട്. അപ്പോൾ ഈ കഥയിലെ ആ ബോയ് അദ്ദേഹം കഥയിൽ കണ്ട കുറച്ച് ആൾക്കാരുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത് എങ്ങനെയായിരിക്കും എന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ആദ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് സ്ക്വിറലിൻ്റെ തന്നിട്ടുണ്ട്. ബാക്കി സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെയും കംപ്ലീറ്റ് ചെയ്യണം. സ്ക്വിറലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദ സ്ക്വിറൽ വാസ് വെരി യങ്. സ്ക്വിറൽ വളരെ യങ് ആയിരുന്നു. ഇറ്റ് വാസ് സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ. വളരെ ചെറുതും അതുപോലെ തന്നെ ഗ്രേ കളറിലുള്ളതുമായിരുന്നു. ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാംഫുൾ. അപ്പം ഈ ആൺകുട്ടി, ഈ ബോയ് ഒരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഈ അണ്ണാന് ചെയ്യത്തില്ല എന്നുള്ളത് അതിന് ഉറപ്പുണ്ടായിരുന്നു. ഇറ്റ് ബിക്കെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. അതുകൊണ്ട് തന്നെ ഈ സ്ക്വിറല് ഈ ആൺകുട്ടിയായിട്ട് വളരെ കൂട്ടായി. ട്രസ്റ്റഡ് ദ ബോയ് ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. വളരെ വിശ്വസിച്ചു ഈ ബോയിനെ. അതുപോലെ തന്നെ ബോയുടെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കാൻ വേണ്ടി മാത്രം ഇവർ തമ്മിൽ ഫ്രണ്ട്സായി. അത്രയും വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെയും ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ബേസിക്കലി ഇത് എഴുതുമ്പോൾ നമ്മൾ ഈ സ്നേക്കിൻ്റെയും മംഗൂസിൻ്റെ ആയാലും ഫീച്ചേഴ്സാണ് എഴുതേണ്ടത്. അതായത് അവരെങ്ങനെയാണ്, അവർ കാണാൻ എങ്ങനെയാണ്, കുറേ ഈ സ്നേക്കിനെയും മംഗൂസിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ആ ഷോർട്ട് സ്റ്റോറി പോർഷനിൽ തന്നെ വരുന്നുണ്ട്. സ്നേക്ക് എങ്ങനെയാണ് 6 feet ലോങ്, അതുപോലെ ബ്ലാക്ക് കോബ്ര, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിൻ്റെ സ്റ്റാർട്ടിങ് പാരഗ്രാഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ക്യാരക്ടർ സ്കെച്ച് എപ്പോഴും എഴുതുമ്പോഴത്തേക്കും ആദ്യം ഓപ്പണിംഗ് പാരഗ്രാഫ് എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയുടെയോ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അതിനെ കാണാൻ, അതിൻ്റെ അപ്പിയറൻസ്, അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന നിറം, അതിൻ്റെ ഒരു എന്തെങ്കിലും ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹൈറ്റ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ കളറ്, മുടിയുടെ കളർ, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യണം. അതാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ആദ്യത്തെ ഓപ്പണിംഗ് പാരഗ്രാഫിൽ എഴുതാനുള്ളത്. പിന്നെയാണ് നമ്മൾ ആ ക്യാരക്ടർ, ആ കഥയുടെ ഗതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, കഥയെ എങ്ങനെ കൊണ്ടുപോകുന്നു, കഥയിൽ എന്ത് റോള് വഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കമ്മിങ് പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. അപ്പം അത്തരത്തിൽ ക്യാരക്ടർ സ്കെച്ച് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ഓപ്പണിംഗ് പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഫീച്ചേഴ്സിൻ്റെ ഈ ടേബിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സ്നേക്കിൻ്റെ കാര്യം എങ്ങനെ എഴുതാം, മംഗൂസിൻ്റെ കാര്യം എങ്ങനെ എഴുതാം എന്ന്. സോ ലെറ്റ്സ് ലുക്ക്. സോ കാണുന്നുണ്ടല്ലോ സ്നേക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. ദ കോബ്ര വാസ് എ ക്ലവർ സൂപ്പർ ഫൈറ്റർ. അപ്പം നമ്മുടെ കോബ്ര എങ്ങനെയായിരുന്നു? വളരെ ബുദ്ധിമാനും അതുപോലെ തന്നെ ഒരു സൂപ്പർ ഫൈറ്ററും ആയിരുന്നു. ഹി വാസ് റിയലി സ്കിൽഫുൾ ആൻഡ് വാസ് ആൻ എക്സ്പീരിയൻസ് ഫൈറ്റർ ടു. അപ്പം ഇദ്ദേഹം വളരെ സ്കിൽഫുൾ ആയിരുന്നു ഫൈറ്റിങ്ങിൽ നല്ല എക്സ്പീരിയൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പറ്റീഷനാണ് നമ്മുടെ മംഗൂസിന് നമ്മുടെ കോബ്ര കൊടുത്തത്. He aggressively fought with the mongoose and he moved swiftly and struck with the speed of light. അപ്പോൾ വളരെ പെട്ടെന്ന് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഈ കോബ്ര. വലിയ ലോങ് ആയിട്ടുള്ള കോബ്ര അല്ലേ, അപ്പോൾ വളരെ അഗ്രസീവ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈ മംഗൂസുമായിട്ട്, കീരിയായിട്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? വളരെ പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. ആ മൂവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനെ ബൈറ്റ് ചെയ്യുകയും ചെയ്തു, സ്ട്രക്ക് ചെയ്തു. ലൈറ്റിൻ്റെ സ്പീഡിൽ എന്നാണ് പറയുന്നത്. ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വലിയ സ്പീഡാണ്. പക്ഷേ ആക്ച്വലി സ്നേക്കിന് ലൈറ്റിൻ്റെ സ്പീഡിലൊന്നും ബൈറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈറ്റിൻ്റെ സ്പീഡിൽ ബൈറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവിടെ ഒരു എക്സാജുറേഷൻ, അതിശയോക്തി. അതിൻ്റെ ഒരു സ്പീഡിനെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു അതിശയോക്തിയാണ് അവിടെ പറയുന്നത്. He had
ഡെഡ്ലി വെനം ഫിൽ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ്. അപ്പോൾ അദ്ദേഹത്തിന്, ഈ പാമ്പിന് വളരെ മാരകമായിട്ടുള്ള, പെട്ടെന്ന് ഏതൊരാളെയും ഇത്ര വലിയൊരു ഒരു ആനേനെ വരെ കൊല്ലാനുള്ള അത്രയും ഡെഡ്ലി ആയിട്ടുള്ള പോയിസൺ ഫിൽ ആയിട്ടുള്ള ഒരു സാക്ക്, വിഷസഞ്ചി അദ്ദേഹത്തിൻ്റെ വിഷപ്പല്ലുകളുടെ ബാക്കിലുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആ ഒരു കോബ്രേനെ കണ്ടതും ആ കഥയിൽ ഞാൻ ആ കഥ വായിച്ചതിനെ ബേസ് ചെയ്ത് ആ കോബ്രേൻ്റെ ഫീച്ചേഴ്സ് ഞാൻ എങ്ങനെയായിരിക്കും നറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇനിയും കുറേ പോയിന്റ്സ് ആഡ് ചെയ്യാം, കാരണം കോബ്രേനെ കുറിച്ച് മംഗൂസിൻ്റെ കാര്യം പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ ഷോർട്ട് സ്റ്റോറി പറയുന്നുണ്ട്. ഇനിയും ഇതിൽ ഞാൻ വിട്ട പോയിന്റ്സ് കുറച്ചുണ്ട്. കോബ്രയുടെ ലെങ്ത് 6 feet ലോങ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു സ്പെക്ടിക്കിൾഡ് കോബ്രയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഹുഡിൻ്റെ ബാക്കിൽ, കോബ്രയുടെ പത്തിയുടെ ബാക്കിലായിട്ട് സ്പെക്ടിക്കിൾ മാർക്ക്, അതാണ് സ്പെക്ടിക്കിൾ മാർക്ക് ലൈക്ക് ഇത് ഇങ്ങനത്തെ ഒരു അടയാളം കാണില്ലേ പാമ്പിൻ്റെ ബാക്കിൽ, അതിനാണ് സ്പെക്ടിക്കിൾഡ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ആണെന്ന് പറയുന്നു. അങ്ങനെ കുറേ. അപ്പം നിങ്ങൾക്ക് എത്ര വേണോ ആഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഓപ്പണിംഗ് പാരഗ്രാഫായിട്ട്, ഫസ്റ്റ് പാരഗ്രാഫായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദെൻ കംസ് ദ മംഗൂസ്. അപ്പോൾ ഈ കഥയിലെ മറ്റൊരാളാണ് മംഗൂസ്. നമ്മുടെ പാമ്പിനെക്കാട്ടിലും നമ്മൾ കൂടുതലും കഥയിൽ പാമ്പിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്, പക്ഷെ ഈ വാറിൽ വിന്നർ ആവുന്നത് മംഗൂസാണ്. അപ്പം ഈ പാമ്പിനെ തോൽപ്പിച്ച് വിന്നർ ആവാനുള്ള കഴിവുള്ള ആളാണ് ഈ മംഗൂസ്. മംഗൂസിന്റെ ഫീച്ചേഴ്സ് എങ്ങനെ നമുക്ക് എഴുതുന്നതിനൊരു മോഡൽ നോക്കാം. ദ മംഗൂസ് കെയിം ഔട്ട് ഫ്രം ദ ബുഷസ് ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഗാർഡൻ. കഥയിൽ പറയുന്നുണ്ട് ഗ്രാൻഡ് ഫാദറിന്റെ ഗാർഡനിലെ ബുഷസിലാണ് ഈ മംഗൂസ് ജീവിച്ചിരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ദ മംഗൂസ് ലിവ്ഡ് ഇൻ ദ ബുഷസ് ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഗാർഡൻ എന്ന് പറയാം. ഈ മംഗൂസ് ജീവിച്ചിരുന്നത് ഗ്രാൻഡ് ഫാദറിന്റെ ഗാർഡനിലെ ബുഷസിലാണെന്ന് പറയാം. ഇനി ബാക്കി എന്തൊക്കെയാ മംഗൂസിനെ കുറിച്ച് പറയാൻ കഴിയാം? He had long hair on his spines which protected him from deadly snake bites. ഈ മംഗൂസ് ഈ പാമ്പുമായിട്ട് ആദ്യമായിട്ടല്ല യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതുമല്ല, വേറെ പാമ്പുകളായിട്ട്, ഒത്തിരി പാമ്പുകളായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും ഡെഡ്ലി വെനമുള്ള പാമ്പുകളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും അയാൾക്ക് ഇതിനെയൊക്കെ അതിജീവിച്ച് സർവൈവ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ഇയാളുടെ സ്പൈൻസിൽ, ഈ കീരിയുടെ സ്പൈൻസിൽ നിറയെ രോമങ്ങളുണ്ട്, മുള്ളു പോലുള്ള രോമങ്ങളുണ്ട്. ഈ രോമങ്ങൾ കാരണം സ്നേക്ക് ബൈറ്റ് ഇയാൾക്ക് ഏൽക്കില്ല. അതാണ് ആ പറയുന്നത്. ഓക്കെ, this time also he pushed his tail to prepare for the battle with his very powerful opponent. സോ ഇത്തവണയും അദ്ദേഹത്തിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള എനിമി അല്ലെങ്കിൽ ഒപ്പോണന്റ്, എതിരാളി, ആരാ? പാമ്പ്. കോബ്രയായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടെയിലുള്ള ബുഷി ആയിട്ടുള്ള ടെയിലാണ്, രോമങ്ങളൊക്കെ നിറഞ്ഞ ടെയിലാണ്, അതിനെയൊക്കെ വിടർത്തി അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി. This little fellow was able to give serious wounds on the hood of this cobra and also was able to make darting movements without making himself counter-attacked by the cobra. ആള് ചെറുതാണ്. കോബ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മംഗൂസ് വളരെ ചെറുതാണ്. എങ്കിലും ഈ മംഗൂസ് പാമ്പിന് പെട്ടെന്ന് അതിൻ്റെ പത്തിയുടെ ബാക്കിൽ നല്ല, അതായത് ആ പാമ്പിനെ സംബന്ധിച്ചോളം വളരെ സീവിയർ ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള മുറിവ് കൊടുത്തിട്ട് പെട്ടെന്ന് ക്യുക്കായിട്ട് തിരിച്ചു മാറി. ഡാർട്ടിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത് പാമ്പിന് കടി കൊടുത്തിട്ട് പാമ്പ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ, കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ തിരിച്ച് വളരെ റാപ്പിഡായിട്ട് മൂവ് ചെയ്തു, ഓടി മാറി. അതിനാണ് ഈ ഡാർട്ടിങ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ഉള്ള കഴിവ് ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു. അൾട്ടിമേറ്റ്ലി ഹി എമർജ് ആസ് ദ വിന്നർ ഓഫ് ദിസ് വാർ, കില്ലിംഗ് ദാറ്റ് ഹ്യൂജ് ബ്ലാക്ക് അഗ്രസീവ് കോബ്ര. അവസാനം ഈ ഒരു യുദ്ധത്തിന്റെ വിന്നറായിട്ട് വന്നത് ആരാണ്? ഈ ഒരു മംഗൂസാണ്. വളരെ വേഗത്തിലുള്ള മൂവ്മെന്റ് നടത്തി പാമ്പിനെ വളരെ സാരമായിട്ട് പരിക്കേൽപ്പിച്ച് അവസാനം ഈ പാമ്പിനെ കടിച്ചെടുത്തോണ്ട് പോകുന്ന ഒരു രംഗമുണ്ട് കഥയിൽ. അപ്പോൾ ഇത്രയും വലിയ ഹ്യൂജ് ബ്ലാക്ക് കോബ്രനെ പോലും അറ്റാക്ക് ചെയ്ത് അതിനെ കൊല്ലാനുള്ള കഴിവുള്ള ആളാണ് നമ്മുടെ സ്മാർട്ടായിട്ടുള്ള മംഗൂസ്. മംഗൂസിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. നിങ്ങൾ വായിക്കുമ്പം ഐ എം ഷുവർ നിങ്ങൾക്ക് ഇതിനേക്കാട്ടിൽ കുറേ കൂടെ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ആഡ് ചെയ്ത് ഇതിനെ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആക്കുക. ഇതിൽ മെയിൻലി നോട്ടീസ് ചെയ്യേണ്ടത് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ് ആദ്യം എഴുതേണ്ടത്. എന്ന് വെച്ചാൽ പാമ്പിനെ സംബന്ധിച്ച് ഒരുപാട് എഴുതാനുണ്ട്. സ്പെക്ടിക്കിൾ വലുതാണ്, ഏറ്റവും വലുതാണെന്നുള്ള കാര്യം എഴുതുക. പിന്നെ അഗ്രസീവാണ്, സൂപ്പർ ഫൈറ്ററാണ്. പിന്നെ വരുന്ന പാരഗ്രാഫിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ ഗ്ലാസി ഐസ് എന്ന് പറയുന്നുണ്ട്. ഗ്ലാസി ഐസ് എന്ന് വെച്ചാൽ അത് അത്രയും
അതിങ്ങനെ ഒരു ഗ്ലാസ് പോലെ ഇരിക്കുന്ന കണ്ണുകൾ വെച്ചിട്ട് നമ്മുടെ മങ്കൂസിനെ നോക്കുന്ന അത്രയും നേരെ തുറിച്ച് നോക്കുവാണ്. അപ്പോൾ ആ നോട്ടത്തിൻ്റെ സ്പെഷ്യാലിറ്റി അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒരുപാട് വലുതാക്കാം. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്യേണ്ടത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.